അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഖുർആൻ വിമർശകർ ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം 51-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, അലയോ വിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ, നിങ്ങൾ യഹൂദികളെയും നസ്വാറാക്കളെയും മിത്രങ്ങളായി സ്വീകരിക്കരുത്. ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ, പരസ്പരം അവരെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, അവരെ മിത്രങ്ങളായി സ്വീകരിച്ചവർ അവരിൽപ്പെട്ടവരാണ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ സമൂഹത്തിൽ അല്ലാഹു സന്മാർഗം നൽകുകയില്ല. അപ്പോൾ ഈ ആയത്തിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നസ്വാറാക്കളെയും യഹൂദികളെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത്, അവരെ മിത്രങ്ങളാക്കുന്നവർ അവരിൽപ്പെട്ടവരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് ഏത് അടിസ്ഥാനത്തിലുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ അവസാനം വരെ, അഥവാ 53 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ് അബൂ ത്വാലിബ്. അദ്ദേഹം ഒരു ബഹ്ദയ വിശ്വാസിയായിരുന്നു, മുസ്ലിം ആയിരുന്നില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലെ ഹിജ്റ വേളയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകന് വഴി കാണിച്ചു കൊടുത്തത് ഒരു യഹൂദ ബാലനായിരുന്നു, അവന് മുസ്ലിം ആയിരുന്നില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ പ്രവാചകൻ കരാർ ഏർപ്പെട്ട സമൂഹവും യഹൂദികളും നസാറാക്കളുമായിരുന്നു, അവരും അന്ന് മുസ്ലിങ്ങളായിരുന്നില്ല. അതേപോലെ തന്നെ ജൂതക്കുട്ടി മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അവിടെ പ്രവാചകൻ സൗഹൃദ സന്ദർശനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ആ ജൂതക്കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്, മോനെ, അബുൽ ഖാസിം പറയുന്നത് പോലെ പറയൂ. അങ്ങനെ പ്രവാചകൻ പറയുന്ന കെലിമ ചൊല്ലി മരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ജൂതരുടെ വീട്ടിൽ പ്രവാചകൻ പോയിട്ടുണ്ട്, ജൂതർ നൽകിയ ആഹാരം പ്രവാചകൻ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അവരുമായി നല്ല ബന്ധം പ്രവാചകൻ പുലർത്തിയതായി, ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് ഇന്ന് പ്രവാചകൻ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പോലും ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു പരാമർശം ഖുർആനിൽ വന്നത് എന്ന് ചോദിച്ചാൽ, മദീനയിൽ യുദ്ധമുണ്ടായപ്പോൾ മദീനയിലെ മുഅ്മിനീങ്ങളെ ചതിച്ച യഹൂദ നസാറാക്കളുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. മുസ്ലിങ്ങളെ ഒറ്റുകൊടുക്കാൻ വേണ്ടി തക്കം പാർത്തിരുന്നവരെ കുറിച്ചുള്ള പരാമർശമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അത് ഒന്നുകൂടി വ്യക്തമാകണമെങ്കിൽ 5-ാം അധ്യായം 57, ഇതേ സൂറത്തിലെ 57 അഥവാ 3-4 വചനങ്ങൾക്ക് ശേഷം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവരാരാണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ ലദീന ഇത്തഖദൂ ദീനകും ഹുസ്വൻ വലഇബ മിനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ജൂത ക്രൈസ്തവർ, വൽ കുഫാർ, സത്യനിഷേധികൾ, ഔലിയാ, അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. കാരണം അവർ കളി തമാശകളാക്കി നിങ്ങളുടെ മതത്തെ സ്വീകരിക്കുന്നവരാണ്. കളിയായും തമാശയായും പുച്ഛത്തോടു കൂടിയും നിങ്ങളെ അവഹേളിക്കുന്നവരാണ്. വത്തഖുല്ലാഹ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, വിശ്വാസികളോട് അല്ലാഹു കൽപ്പിച്ചത്, നിങ്ങളെ പുച്ഛിക്കുകയും നിങ്ങളെ ശത്രുതാപരമായി സമീപിക്കുകയും നിങ്ങളെ ഒറ്റുകൊടുക്കുകയും നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന വേദക്കാരോടും അതേപോലെ ബഹ്ദയ വിശ്വാസികളിൽപ്പെട്ടവരോടും മൈത്രി ബന്ധം സ്ഥാപിക്കരുത് എന്ന വചനം അവതരിപ്പിച്ചത് പ്രവാചകനെയും സ്വഹാബത്തിനെയും ഒറ്റുകൊടുക്കാൻ കാത്തിരുന്ന മദീനയിലെ ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെടുത്തി അവരുടെ ചതിയുടെ ആ സമയത്ത് സൂചിപ്പിച്ച പരാമർശങ്ങൾ മാത്രമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വിശുദ്ധ ഖുർആനിലെ മറ്റു പല സ്ഥലങ്ങളിലും മനുഷ്യരെന്ന നിലയിൽ എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കണമെന്നും പ്രത്യേകിച്ച് നിങ്ങളുമായി മൈത്രി ബന്ധം പുലർത്തുന്ന ബഹ്ദയ വിശ്വാസികളോട് നല്ല ബന്ധത്തിൽ ജീവിക്കണമെന്നും അവരോട് ചതിയും വഞ്ചനയും ചെയ്യാൻ പാടില്ലെന്നും പറയുന്നത് ഈ വിമർശകർ കാണാറില്ല. വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്നത്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങളുടെ വീടുകൾ നിങ്ങളെ പുറത്താക്കാത്ത, നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ പരിഹസിക്കാത്ത, നിങ്ങളുമായി മൈത്രി ബന്ധം സ്ഥാപിക്കുന്ന, നിങ്ങളോട് സ്നേഹത്തിൽ നിൽക്കുന്ന അവർ ക്രൈസ്തവരാവട്ടെ, ജൂതന്മാരാവട്ടെ, ബഹ്ദയ വിശ്വാസികളാവട്ടെ, അവരോട് അന്തബറൂഹും, നന്മ ചെയ്യണം, വതുഖ്സിതു ഇലൈഹിം, നീതിയോടുകൂടി വർത്തിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ സ്നേഹിച്ച ജൂതരുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രവാചകന്റെ പടയെങ്കിൽ പോലും ജൂതന്റെ വീട്ടിലാണ് പണയം വെച്ച് അവസാന ദിവസങ്ങളിലെ എണ്ണ കത്തിക്കാനുള്ള അവസാന ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വാങ്ങിച്ചത് എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് എന്ന് ബഹുമാനിച്ചു എന്ന് പറയുന്ന ചരിത്രം കാണാൻ കഴിയുന്നത്. ജൂതക്കുട്ടി രോഗിയായപ്പോൾ പ്രവാചകൻ സന്ദർശിച്ചു എന്ന ചരിത്രം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രവാചകനെയും സ്വഹാബത്തിനെയും ഒറ്റുകൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന മദീനയിലെ
ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെടുത്തി ആ യുദ്ധസമയത്ത് അവർ ചതിക്കാൻ വേണ്ടി നിന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്, അവർ നിങ്ങളെ ചതിക്കും എന്നൊരു സൂചന നൽകുന്ന വചനമാണ് മേൽപ്പറയപ്പെട്ട വചനം. അത് ആ യുദ്ധ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവിടെ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്, നിങ്ങളോട് ശത്രുത പുലർത്തുന്ന, നിങ്ങളെ ഒറ്റുകൊടുക്കാൻ കാത്തിരിക്കുന്ന ശത്രുത പുലർത്തുന്നവരുമായി നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കരുത്. ഇത് മാത്രമേ ആ വചനത്തിലുള്ളൂ. അല്ലാതെ മാനുഷികമായ സ്നേഹം, അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ജൂതനായതുകൊണ്ട്, ഹിന്ദു ആയതുകൊണ്ട്, സിഖുകാരനായതുകൊണ്ട് അവനെ കണ്ടാൽ മിണ്ടുകൂടാ, അവൻ്റെ ആഹാരം കഴിച്ചുകൂടാ, അവൻ്റെ കൂടെ യാത്ര ചെയ്തുകൂടാ, അവൻ്റെ വിവാഹത്തിന് പങ്കെടുത്തുകൂടാ, അവനെ ശത്രുവായി കാണണമെന്നൊരു നിർദ്ദേശം ഖുർആനിൽ എവിടെയും ഇല്ല. അങ്ങനെ നിർദ്ദേശിക്കുന്ന ഒരു മതവുമല്ല ഇസ്ലാം. മറിച്ച് കൃത്യമായ മൈത്രി ബന്ധം, നിങ്ങളോട് സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും ഒക്കെ കഴിയുന്നവരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അവരെ സഹായിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് കൃത്യമായി ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുന്നവർക്ക് കാണാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.